Good morning, children. Welcome to our SS class. Today we are going to study our semester 2. Semester 2 SS chapter 1. All of you take your semester book second. Semester book 2. All take. Okay. Page number 195. 195. A new chapter in our SS chapter name Exchanging News. Exchanging News. Are you ready? Okay, children. Okay, I'll take this page. Exchanging News. In this chapter, we will discuss about means of communications. Okay. How do you communicate with friends and relatives who live in other parts of the country and abroad? Take your choice. Choice first. Choice A, talk to them on phone. B, write emails. C, write letters and post them. D, video chat with them. Okay. നമ്മൾ എക്സ്ചേഞ്ചിങ് ന്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. നമ്മൾ വാർത്താ വിനിമയ ഉപാധികൾ. ഓക്കെ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പം നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള ആളുകളില്ലേ, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ ബ്രദർ, അങ്കിൾ, അങ്ങനെ ആരെങ്കിലുമൊക്കെ അബ്രോഡിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് എങ്ങനെയാണ് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്? നിങ്ങൾ അവരായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്? വിശേഷങ്ങളൊക്കെ കൈമാറുന്നത് എങ്ങനെയാണ്? ടോക്ക് ടു ദം ഓൺ ഫോൺ. ഫോണിലൂടെ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യാം. റൈറ്റ് ഇമെയിൽസ്. ഇമെയിൽസ് എഴുതിയിട്ടാണ് കാര്യങ്ങൾ അറിയുന്നതെങ്കിൽ ഇമെയിൽ എഴുതി സെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ. റൈറ്റ് ലെറ്റേഴ്സ് ആൻഡ് പോസ്റ്റ് ദം. ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് ലെറ്ററാണ് വരുന്നതെങ്കിൽ അവിടെ ടിക്ക് ചെയ്യാം. വീഡിയോ ചാറ്റ് വിത്ത് ദം. നിങ്ങൾ അവരുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ടെങ്കിൽ അവിടെ ടിക്ക്. ഓക്കെ. അപ്പം ഇന്നത്തെ തലമുറയിലുള്ള ഇപ്പോൾ ഉള്ള ആളുകളെല്ലാം ചെയ്യുന്നത് എങ്ങനെ? അധികവും ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്യലൊന്നും ഇപ്പോൾ അധികം ഇല്ല. ഫോണിലൂടെ സംസാരിക്കും അല്ലെങ്കിൽ വീഡിയോ ചാറ്റ് ചെയ്യും, അല്ലേ? അതല്ലേ നടക്കുന്നത്. ഓക്കെ. ഇൻ ആൻഷ്യന്റ് ടൈംസ് people did not know how to write. They communicated with each other through sign language and later through speech. Okay, ancient times. പുരാതന കാലത്തുള്ള ആളുകളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? അവർക്ക് അന്ന് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എഴുത്തും വായനയോ ഒന്നും അറിയണ്ടായിരുന്നില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടന്നിരുന്നത്? സൈൻ ലാംഗ്വേജ്. ഓക്കെ, ആംഗ്യ ഭാഷകളിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? പിന്നീട് അവർ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ഫസ്റ്റ് ആംഗ്യ ഭാഷകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നീട് അവർ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയണ്ടായിരുന്നില്ല. ഓക്കെ. To send messages to far away places, people used to beat drums.
sound was picked up by other drummers, and the drum beats were repeated to convey was picked up by other drummers, and the drum beats were repeated to convey the message. Sometimes people send messages by reflecting the light of a mirror to a distant point. They also use smoke and fire signals to send messages. അതുപോലെ മുമ്പുള്ള ആളുകൾ മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന മറ്റൊരു മെത്തേഡാണ് ഡ്രം ബീറ്റ്സ്. ചെണ്ട കൊട്ടും. ഓക്കെ, ചെണ്ട കൊട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. അപ്പം കുറച്ച് ആളുകൾ ഇങ്ങനെ ചെണ്ട കൊട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഡ്രം ബീറ്റ്സിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഈ സൗണ്ട് കേട്ട സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഓടി വരികയും അവിടെ ഉള്ള ആളുകളുടെ അടുത്ത് മെസ്സേജ് എന്താണോ പറയാനുള്ളത് അത് അവിടെ വെച്ച് പറയുകയും പിന്നെ ആ കേട്ട ആളുകൾ വീണ്ടും മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയി പറയുകയും ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഡ്രം ബീറ്റ് ചെയ്തുകൊണ്ട് ആളെ കൂട്ടി അവിടെ വെച്ചിട്ടാണ് മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു രീതിയായിരുന്നു സ്മോക്ക് ആൻഡ് ഫയർ സിഗ്നൽസ്. എവിടെയെങ്കിലും തീ കൂട്ടിയിട്ട് തീയിടും. അപ്പോൾ ആ തീയിട്ട് പുകയുണ്ടാവില്ലേ, ആ പുക മുകളിലേക്ക് പൊങ്ങുന്ന ഭാഗത്തേക്ക് ആളുകൾ ഓടി വരികയും അവിടെ എത്തുന്ന ആളുകളുടെ അടുത്ത് മെസ്സേജസ് പാസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള മെത്തേഡ്സും ആൻഷ്യൻ പീപ്പിൾ യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ the drawback with all these means of communication was that the messages were not always clear. This problem was solved when people developed at the art of writing. In the early days, pigeons were trained to deliver letters. Messages to run as fast as they could, carrying letters from one person to another. Messengers on horseback could do this faster. These days, there are highly developed, extremely efficient means of communication. ഈ ഡ്രം ബീറ്റ് ചെയ്തിട്ടും അതുപോലെ ഫയർ സിഗ്നൽസ് കാണിച്ചിട്ടും അതേപോലെ സൈൻ ലാംഗ്വേജസിലൂടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അതിൽ നിന്നുമൊക്കെ മാറ്റം വന്നത് ആർട്സ് ഓഫ് റൈറ്റിംഗ്, എഴുത്ത് അല്ലേ, എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, എഴുതാൻ തുടങ്ങിയതിന് ശേഷം അവർ ചിത്രങ്ങളുടെ രൂപത്തിലോ അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന അതുപോലുള്ള എന്തെങ്കിലും ചിത്രങ്ങളുടെയോ ഒക്കെ രൂപത്തിലായിരിക്കും അവരെഴുതുന്നത്. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മാറ്റം വന്നതും എഴുതാൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയത്. ഓക്കെ, അങ്ങനെ ഇവർ ഈ പീജിയൻസ് യെസ് പ്രാവുകളെ ട്രെയിൻ ചെയ്യുകയും പ്രാവുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് പ്രാവിൻ്റെ കാലിൽ ലെറ്റർ കെട്ടിവെച്ച് പോവേണ്ട സ്ഥലത്തേക്ക് ഈ പ്രാവിനെ പറത്തിവിടും. ആ പ്രാവ് ആ ലെറ്ററുമായി എവിടെയാണോ പോവേണ്ടത് അവിടെ ചെന്നിരിക്കും. അപ്പോൾ അവിടെ നിന്നും ഈ ലെറ്റർ പ്രാവിൻ്റെ കാലിൽ നിന്ന് അഴിച്ചെടുക്കുകയും ആ മെസ്സേജസ് വായിച്ചു നോക്കി അതിന് മറുപടി എഴുതി ആ പ്രാവിൻ്റെ തന്നെ കാലിൽ കെട്ടി തിരിച്ച് പറത്തി വിടുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതുപോലെ പിന്നെ ആളുകൾ തന്നെ ഈ ലെറ്ററുമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടി ലെറ്റർ എത്തിക്കുന്ന
എത്തിക്കുന്ന സംവിധാനം പിന്നീടുണ്ടായി. അതുപോലെ ഹോഴ്സ്, കുതിരപ്പുറത്ത് കയറി ഫാസ്റ്റായിട്ട് ഈ ലെറ്റേഴ്സ് എത്തിക്കാനുള്ള സംവിധാനവും ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജസ് പാസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. ഓക്കെ, then all of you take next page, page number 196, postal system. പിന്നീടാണ് പോസ്റ്റൽ സംവിധാനം വന്നത്. ഓക്കെ, പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് കേട്ടിട്ടില്ലേ? പോസ്റ്റ് ബോക്സ് കണ്ടിട്ടില്ലേ? ഓക്കെ, today letters can be sent all over the country at a normal cost. It is important to address them correctly adding the PIN code. PIN is the shortest form for postal index number. In our country, it has 6 digits. Parcels too can be sent by post. If a letter has to reach the intended recipient very quickly, the sender can use the speed post facility. People also make use of the many courier services that deliver letters and package as soon as possible. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പോസ്റ്റൽ സിസ്റ്റം, പോസ്റ്റൽ സംവിധാനം. ഓക്കെ, ഈ പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ചെറിയ പൈസ മാത്രമേ ഇതിന് ചിലവാകുകയുള്ളൂ. ഓക്കെ, നമുക്ക് ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യാം, അതുപോലെ പാർസൽസ് സെൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ പോസ്റ്റൽ സിസ്റ്റത്തിലുണ്ട്. പൈസ അയക്കാം, മണി ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റൽ അഡ്രസ്സിൽ, അതായത് നമ്മൾ ആർക്കാണോ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് ആ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ആ ലെറ്റർ ലഭിക്കേണ്ട ആളിൻ്റെ കറക്റ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അഡ്രസ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കറക്റ്റ് പിൻ കോഡ്. പിൻ കോഡ് മീൻസ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഓരോ പോസ്റ്റ് ഓഫീസിനും ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. ഓരോ നമ്പേഴ്സ്, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ആ നമ്പർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ തെറ്റിച്ച് കഴിഞ്ഞാലും നമ്മുടെ ലെറ്റർ അവിടെ കറക്റ്റായിട്ട് എത്തുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, ഇൻ അവർ കൺട്രി ഇറ്റ് ഹാസ് 6 digits. നമ്മുടെ ഇന്ത്യയിൽ പോസ്റ്റൽ ഡിജിറ്റ് നമ്പർ എത്ര ഡിജിറ്റ് ഉള്ളത്? 6 digit. 6 digit പിൻകോഡാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ കറക്റ്റ് അഡ്രസ്സും പിൻകോഡും വെച്ചിട്ട് നമുക്ക് പാർസൽസ് സെൻഡ് ചെയ്യാം, ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാം, മണി ഓർഡർ അയക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് സർവീസസ് പോസ്റ്റൽ സർവീസസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ അയക്കുന്ന ലെറ്റർ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് പോസ്റ്റ് ഫെസിലിറ്റിയും പോസ്റ്റൽ സിസ്റ്റത്തിലുണ്ട്. സ്പീഡ് പോസ്റ്റിൽ ലെറ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നോർമൽ ലെറ്റർ എത്തുന്നതിനേക്കാളും മുന്നേ ഈ ലെറ്റർ ഏത് വ്യക്തിക്കാണോ ലഭിക്കേണ്ടത് അവിടെ എത്തിയിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ബുക്ക് അയച്ചു കൊടുക്കണം, ഒരു ബുക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ആ പുസ്തകം ഒരു കവറിലിട്ട് അതിനകത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര്, കറക്റ്റ് അഡ്രസ്, കറക്റ്റ് പിൻകോഡ് എല്ലാം എഴുതി ടു അഡ്രസ്സിൽ, ഫ്രം നിങ്ങളുടെ അഡ്രസ്സും വെച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അത് കൊറിയറായിട്ട് അയക്കാവുന്നതാണ്. ഓക്കെ, അവിടെ സ്റ്റാമ്പെല്ലാം ആ ബുക്കിൻ്റെ തൂക്കം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റാമ്പൊക്കെ പതിച്ച് സീലൊക്കെ ചെയ്ത്
പോസ്റ്റ് ഓഫീസിൽ നിന്നും അത് നിങ്ങളുടെ ഫ്രണ്ടിന് എത്തിക്കും. ഓക്കെ, then listen no more. Do you see? India was the first country in the world to send mail by plane with 6,500 letters and postal cards were flown by plane from Allahabad to Nainital on 18 February 1911. Okay. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ പ്ലെയിനിൽ 6500 ലെറ്റേഴ്സും പോസ്റ്റ് കാർഡുകളും നിറച്ച് ആദ്യമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലെറ്റേഴ്സും പോസ്റ്റ് കാർഡുകളും ഒക്കെ സെൻഡ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്തിലാണ് സെൻഡ് ചെയ്ത് കൊണ്ടുപോയത്? ഫ്ലൈറ്റിനകത്ത് ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ ലെറ്റേഴ്സ് പോസ്റ്റ് കാർഡ്സ് ഒക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. എവിടെ നിന്ന് എവിടേക്കാണ് അയച്ചതെന്നറിയോ? അലഹബാദിൽ നിന്നും നൈനിറ്റാളിലേക്കാണ് അയച്ചത്. 1911 ഫെബ്രുവരി 18 ആ ചരിത്ര ദിവസം. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ടെലിഫോൺ ആൻഡ് ഫാക്സ്, another means of communication. Telephone and fax. Okay, the fastest method of voice communication is the telephone. There are telephone exchanges throughout the country that connect calls in seconds. Fax machines are connected to telephone lines. Printed matters can be sent through fax machine. A fax machine takes a picture of a printed page and sends it to another fax machine anywhere in the world by means of electric signals. In addition to regular telephones, which are used at homes and offices, there are cellular or mobile phones. These can be carried around in pockets and purses so that people can make or receive calls wherever they are. It is possible to send instant text messages, photos or videos through these mobile from one phone to another. അപ്പോൾ നെക്സ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, വാർത്താവിനിമയ ഉപാധിയാണ് ടെലിഫോണും ഫാക്സും. ഓക്കെ, ദ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് വോയിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടെലിഫോൺ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വോയിസ് കമ്മ്യൂണിക്കേഷൻ ആണ് വോയിസ് കമ്മ്യൂണിക്കേഷൻ ടെലിഫോൺ. നമ്മുടെ വോയിസ്, നമ്മുടെ സൗണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ടെലിഫോൺ. ഓക്കെ, ധാരാളം ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നമ്മുടെ രാജ്യത്തുണ്ട് കേട്ടോ. ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെയാണ് നമ്മൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വിളിക്കുന്ന വോയിസ് കോൾസ് എല്ലാം ഫാസ്റ്റായിട്ട് എത്തേണ്ടയിടത്ത് എത്തുന്നത്. ഓക്കെ, ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടി. അതുപോലെ ഫാസ്റ്റ് മെഷീൻസ് ആർ കണക്റ്റഡ് ടു ടെലിഫോൺ ലൈൻസ്. പിന്നെ ആദ്യകാലം മുതലേ ഉള്ളൊരു മീൻസ് ഒരു കമ്മ്യൂണിക്കേഷനാണ് ഫാക്സ് മെഷീൻസ്.
കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഫാക്സ് മെഷീനുകളാണ് ഉണ്ടായിരുന്നത്. ഈ ഫാക്സ് മെഷീനുകൾ സാധാരണയായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ വലിയ ഓഫീസുകളിലൊക്കെ ഫാക്സ് മെഷീൻസ് ഉണ്ട്. ഓക്കെ, അവരുടെ അവർ ഇപ്പോൾ ഇമെയിലൊക്കെ ഓരോ ഓഫീസുകളിലും ഹെഡ് ഓഫീസിലേക്കും മറ്റും കസ്റ്റമേഴ്സിനൊക്കെ മെയിൽ അയക്കാറുണ്ടല്ലോ. അന്നൊക്കെ ഈ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ഫാക്സ് ആണ് അയച്ചത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഒരാളിനെ അറിയിക്കാനുള്ള മാറ്റർ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ അതവിടെ ഫാക്സ് മെഷീനിൽ പ്രവർത്തിക്കുന്ന ആൾ അത് ടൈപ്പ് ചെയ്തിട്ട് ആ ടൈപ്പ് ചെയ്ത ആ മാറ്റർ ഈ ഫാക്സ് മെഷീൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ഏത് ഭാഗത്തേക്കാണോ എവിടേക്കാണോ നമ്മൾ ഈ ഫാക്സ് അയക്കുന്നത് അവിടേക്ക് ഈ ഇലക്ട്രോണിക് സിഗ്നൽസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഫാക്സ് മെഷീനിലേക്ക് ഇവിടെ നിന്നും സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അയച്ച അതേ മാറ്റർ ആ ഫാക്സ് മെഷീൻ, ഓരോ ഫാക്സ് മെഷീനിൻ്റെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ മെഷീനിൽ അത് എത്തുകയും അത് ആർക്കാണോ ലഭിക്കേണ്ടത് അവർക്ക് അത് പ്രിന്റ് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, in addition regular telephones which are used in homes and offices, there are cellular or mobile phones. ഇനി അതിനുശേഷം സെല്ലുലാർ ഫോണുകളും മൊബൈൽ ഫോണുകളൊക്കെ വന്നു. ആദ്യം ഉണ്ടായിരുന്നത് എന്ത് ഫോണായിരുന്നു? ലാൻഡ് ഫോൺ അല്ലേ? ലാൻഡ് ഫോൺ. അതിന് ലാൻഡ് ഫോൺ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടോ? ഇപ്പം അധിക വീടുകളിൽ ലാൻഡ് ഫോൺ കുറവാണ് അല്ലേ? മുമ്പൊക്കെ എല്ലാ വീടുകളിലില്ല, എന്നാലും ചില വീടുകളിലെല്ലാം ലാൻഡ് ഫോണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാൻഡ് ഫോൺ വഴിയായിരുന്നു നമ്മൾ മെസ്സേജസ് അല്ലെ, വോയിസ് മെസ്സേജസ് നമ്മൾ വിളിക്കുക, മറ്റുള്ള ആളുകളെ വിളിക്കുന്നതൊക്കെ. ഇപ്പോൾ അതിന് പകരം മൊബൈൽ ഫോൺസ്, സെല്ലുലാർ ഫോൺസ്, അതിന് ശേഷം മൊബൈൽ ഫോൺസ് ഒക്കെ ഇറങ്ങിയപ്പോൾ ഈ മൊബൈൽ ഫോൺസ് ഒക്കെ വയർലെസ് ഫോണാണ് അല്ലേ? അപ്പോൾ നമുക്ക് എവിടെയും അനായാസം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഫോണുകളാണ്. നമ്മുടെ പോക്കറ്റിലിട്ടിട്ടോ പേഴ്സിലിട്ടിട്ടോ ബാഗിലിട്ടിട്ടോ നമ്മൾ പോകുന്ന ഏത് വഴിക്കും നമ്മുടെ മൊബൈൽ ഫോൺസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ലാൻഡ് ഫോൺസ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് വയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ലായിരുന്നു. വയർലെസ് ഫോൺ വന്നതോട് കൂടിയിട്ട്, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വന്നതോട് കൂടിയിട്ട് എവിടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് ഫോൺ കൂടെ കൊണ്ട് നടക്കാം. അപ്പോൾ എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് മെസ്സേജസ് കൈമാറാം, വോയിസ് കോൾസ് എടുക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം നമുക്ക് ഒരാളിന് ഒരു ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ സെൻഡ് ചെയ്യാം. നമുക്ക് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യണം, ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇമെയിൽ അയക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ നമ്മുടെ മെയിൽ ആപ്സ് ഉണ്ട് അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, യാഹൂ, ജിമെയിൽ എന്നൊക്കെ പറഞ്ഞ ആപ്പുകൾ. അതിൽ കയറിയിട്ട് നമുക്ക് മെയിലുകൾ അയക്കാം, നമുക്ക് വീഡിയോ കോൾ വിളിക്കാം, വോയിസ് കോൾ വിളിക്കാം, ചാറ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ സാധ്യമാണ്. ഓക്കെ, children, all of you take page number 195 once again. Okay, I read this page, all of you follow me. Okay, are you ready? Chapter 1, exchanging news. In ancient times, people did not know how to write. They communicated with each other through sign language and later through speech. To send messages to faraway places, people used to beat drums. This sound was picked up by other drummers, and the drum beats were repeated to convey the message. Sometimes people sent
send messages by reflecting the light of a mirror to a distant point. They also used smoke and fire signals to send messages. The drawback with all these means of communication was that the messages were not always clear. This problem was solved when people developed the art of writing. In the early days, pigeons were trained to deliver letters, messengers to run as fast as they could, carrying letters from one person to another. Messengers on horseback could do his faster. These days there are highly developed, extremely efficient means of communication. All of you take next page. Postal system. Today letters can be sent all over the country at a nominal cost. It is important to address them correctly, adding the PIN code. PIN code is the short form for postal index number. In our country, it has a 6 digits. Parcels too can be sent by post. If a letter can to reach the intended recipient very quickly, the sender can use the speed post facility. People also make use of the many courier services that deliver letters and packages as soon as possible. No more. India was the first country in the world to send mail by plane when 6,500 letters and postcards were flown by plane from Allahabad to Nainital on 18 February 1911. Telephone and fax. The fastest method of voice communication is the telephone. There are telephone exchanges throughout the country has connected calls in seconds. Fax machines are connected to telephone lines. Printed matters can be sent through fax machines. A fax machine takes a picture of a printed page and sends it to another fax machine anywhere in the world by means of electric signals. In addition to regular telephones, which are used at homes and offices, there are cellular or mobile phones. These can be carried around in pockets and purses so that people can make or receive calls wherever they are. It is possible to send in instant text messages, photos or videos through these mobiles from one phone to another. Okay children, all of you look at the board. Okay children, first you take your SS notebook. SS notebook, work side, fresh page. Work side, fresh page. That page you write semester 2. Okay, semester 2. Then take next page, next fresh page. Listen. First you take your notebook, fresh page in your work side. Fresh page. Okay, രണ്ട് സൈഡിലും എഴുത്തുവാൻ വേണ്ട. എന്നിട്ട്
നിങ്ങൾ ഇതുവരെ എഴുതിയ പേജിന്റെ അടുത്ത പേജ് എടുത്തിട്ട് ഇവിടെ സെമസ്റ്റർ 2 എഴുതും. സെമസ്റ്റർ 2 then take next page. അടുത്ത പേജ് എടുത്തിട്ട് ഇവിടെ ചാപ്റ്റർ 1 എക്സ്ചേഞ്ചിങ് ന്യൂസ് അല്ലേ, എക്സ്ചേഞ്ചിങ് ന്യൂസ് ചാപ്റ്ററിന്റെ നെയിം ഉണ്ട്. എന്നിട്ട് ഡിക്റ്റേഷൻ വേർഡ്സ്. ദിസ് ഈസ് യുവർ ഡിക്റ്റേഷൻ വേർഡ്സ്. ഫസ്റ്റ് വേർഡ് ടെലിഫോൺ എക്സ്ചേഞ്ച്, ടെലിഫോൺ എക്സ്ചേഞ്ച്. സെക്കൻഡ് വേർഡ് ഫാക്സ് മെഷീൻസ്, ഫാക്സ് മെഷീൻസ്. then third word postal index number, postal index number. then courier, courier. mass media, mass media. satellites, internet. Once again listen here. Telephone exchange, fax machines, postal index number, courier, mass media, satellites, internet. Each word you write 5 times. Okay. Okay children, listen here. Do you understand? Notebook, fresh page, you write semester 2 first. You write semester 2, then take next page. Then you write chapter 1 exchanging news. Then you write dictation words. Then write these dictation words, each words 5 times. Okay. Okay children, today's class is